ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാനിരിക്കെ എവിക്റ്റായി പോയ മത്സരാർത്ഥികളെല്ലാം ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഭൂരിഭാഗം പേരും അനുമോളെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് ശൈത്യയും ബിൻസിയും. ഇരുവരും കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അനുവിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ ബാക്കി ഇന്നലെയും ഹൗസിൽ അരങ്ങേറിയിരുന്നു. എല്ലാവരും ഇരിക്കെ അനീഷിനോട് എന്താ കാണിച്ചതെന്ന് അനുമോളോട് ബിൻസി ചോദിക്കുകയുണ്ടായി. കയ്യും കലാശവും കാണിച്ച് ഇച്ഛായ എന്ന് പറഞ്ഞത് നടന്നത് എന്ന് ബിൻസി പറയുമ്പോൾ തമാശയായിരുന്നു എന്നാണ് അനുമോൾ പറയുന്നത്. ഇത് കേട്ടതും തമാശയോ എന്ന് പറഞ്ഞ് ആക്രോശിച്ച് ശരത്തപ്പാനിയും അനുവിനെതിരെ തിരിഞ്ഞു. അനു കാണിച്ചാൽ തമാശ, മറ്റുള്ളവർ കാണിച്ചാൽ മോശമല്ലേ എന്ന് ദേഷ്യത്തിൽ ബിൻസി ചോദിക്കുന്നുണ്ട്. പിന്നാലെ അപ്പാനിയുടെ അടുത്ത് ബിൻസി ഇരുന്ന രീതികളെല്ലാം അനുമോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്നവർ നിങ്ങൾ തമ്മിൽ സൗഹൃദത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുമെന്നും അനുമോൾ പറയുകയുണ്ടായി. എന്നാൽ ഇക്കാര്യവും താൻ മാത്രമല്ല പറഞ്ഞതെന്നും മറ്റു ചിലരും ഉണ്ടായിരുന്നെന്നും അനുമോൾ തുറന്നു പറഞ്ഞിരുന്നു. അതോടെ തങ്ങളുടെ പേർ അനുമോൾ പറഞ്ഞാലോ എന്ന് കരുതി കുറുകെ വന്ന് ചെക്ക് വെക്കാൻ ശ്രമിക്കുന്ന ആദിലയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ബിൻസി ക്ലീവേജ് കാണിച്ച് അപ്പാനിയുടെ അടുത്ത് പോയിരിക്കുന്നെന്ന് അനുമോൾ പറഞ്ഞെന്ന് ആദില എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് ഉണ്ടായത്. അനുമോൾക്ക് തിരിച്ചൊന്ന് പറയാനുള്ള ഗ്യാപ്പ് പോലും ആദില കൊടുത്തില്ല. ശേഷം ഇങ്ങനത്തെ ഒരു വർത്തമാനം നീ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നുണച്ചി എന്നാണ് ആദില അനുമോളോട് ദേഷ്യത്തോടെ പറയുന്നത്. ഇതോടെ ബിൻസി അനുമോൾക്ക് നേരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഞാൻ ഉള്ളപ്പോഴായിരുന്നു ഇമ്മാതിരി ചെറ്റ് വർത്താനം പറഞ്ഞിരുന്നതെങ്കിൽ കൈവച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളായിരുന്നു. നിന്റെ കഴിവ് കൊണ്ടല്ലടി നീ ഇവിടെ നിൽക്കുന്നത്, പുറത്ത് നീ പൈസ എണ്ണി കൊടുത്തത് കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് എന്നാണ് ബിൻസി അനുമോളോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ കൈകൊട്ടി രസിക്കുന്ന അക്ബറിനെയും ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടിരുന്നു.